ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ആദിവാസി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിൽ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്കായി സീറോ എറർ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ രൂപത്തിൽ കൂടുതൽ പ്രകടമാകുന്നതായി COP29 ഉച്ചകോടിയിൽ ഇന്ത്യ. ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിക്ക് വിജയം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രചാരണം പുരോഗമിക്കുന്നു. 78ാമത് സന്തോഷ് ട്രോഫിക്കായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 മത്സരം രാത്രി 8:30. വാർത്തകൾ വിശദമായി. സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ ഗോത്രവർഗ നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനം ജൻജാതീയ ദിവസായി രാജ്യം ഇന്ന് ആചരിച്ചു. ബീഹാറിലും ഝാർഖണ്ഡിലും ഗോത്ര വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിനായി അദ്ദേഹം നേതൃത്വം നൽകിയ പോരാട്ടങ്ങൾ സുവർണലിപികളിൽ എഴുതപ്പെട്ടതാണ്. ജൻജാതീയ ഗൌരവ് ദിവസിനോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ബൻസേര പാർക്കിൽ ബിർസ മുണ്ടയുടെ പ്രതിമ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അനാച്ഛാദനം ചെയ്തു. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ ചടങ്ങിൽ സംബന്ധിച്ചു. ആദിവാസി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിൽ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ബീഹാറിലെ ജമുയിൽ 6600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്ര പാരമ്പര്യവും സംസ്കാരവും ചികിത്സാ സമ്പ്രദായവും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. देश के 60,000 से अधिक आदिवासी गांवों के विकास के लिए एक विशेष योजना हमने शुरू की है. धरती आबा जनजातीय ग्राम उत्कर्ष अभियान. इसके तहत करीब 80,000 करोड़ रुपए आदिवासी गांवों में लगाए जाएंगे. ജൻജാതീയ ഉത്കർഷ് ഗ്രാം അഭിയാന് കീഴിൽ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 80,000 കോടി രൂപ അനുവദിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പും സ്മാരക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ അടിക്കടിയുണ്ടാകുന്ന ദുരന്തങ്ങളുടെ രൂപത്തിൽ കൂടുതൽ പ്രകടമാകുന്നതായി അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന COP29 ഉച്ചകോടിയിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തീവ്ര കാലാവസ്ഥാ സാഹചര്യം പതിവായെന്നും ഇത് ദക്ഷിണ മേഖലാ രാജ്യങ്ങളിലെ ജനങ്ങളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നതെന്നും വികസ്വര രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി പരിസ്ഥിതി മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നരേഷ് പാൽ ഗാംഗ്വാർ പറഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വികസിത രാജ്യങ്ങൾ 2030 വരെ ഓരോ വർഷവും കുറഞ്ഞത് $1.3 ട്രില്യൺ ലഭ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അടുത്ത 3 സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം പ്രതിവർഷം 6.5 മുതൽ 7% വളർച്ച കൈവരിക്കുമെന്ന് വിലയിരുത്തൽ. അടിസ്ഥാന സൌകര്യ വികസനവും വർദ്ധിച്ച ഉപഭോഗവും മൂലം 2027 വരെയുള്ള 3 സാമ്പത്തിക വർഷങ്ങളിൽ നേട്ടം കൈവരിക്കാനാവുമെന്ന് പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ റേറ്റിംഗ്സ് പ്രവചിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷം 7.2% GDP വളർച്ച കൈവരിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. ശ്രീലങ്കയിൽ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടി പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം നേടി വിജയിച്ചു. 225-ൽ 159 സീറ്റുകളാണ് ഇടതുപക്ഷ സഖ്യം നേടിയത്. പ്രധാന പ്രതിപക്ഷമായ സജിത് പ്രേമദാസയുടെ നേതൃത്വത്തിൽ സമാഗി ജന ബലവേഗയ 40 സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. ഇളങ്കൈ തമിഴ് അരസു കക്ഷി 7 സീറ്റുകൾ നേടി. മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയുമായി സഖ്യമുണ്ടാക്കിയ ന്യൂ ഡെമോക്രാറ്റിക് മുന്നണിക്ക് 3 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 43ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. 14 ദിവസം നീളുന്ന മേള കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഭാരത് 2047 എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 3500-ലധികം എക്സിബിറ്റേഴ്സാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്.
ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ ന്യൂഡൽഹിയിൽ കൃഷി കർഷക ക്ഷേമ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ദേവേഷ് ചതുർവേദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കാർഷിക അനുബന്ധ മേഖലകളിലെ സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും കൂടിക്കാഴ്ച വേദിയൊരുക്കിയതായി കാർഷിക മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 78ാമത് സന്തോഷ് ട്രോഫിക്കായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. കേരള പോലീസ് താരം ജി സഞ്ജുവാണ് ക്യാപ്റ്റൻ. ബിബി തോമസാണ് കോച്ച്. ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, റെയിൽവേസ് ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് എച്ചിലാണ് കേരളം. നവംബർ 20 മുതൽ 24 വരെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ വാൻഡറേഴ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8:30-നാണ് മത്സരം. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. വിദ്യാർത്ഥികൾക്കായി സീറോ എറർ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഹൈദരാബാദിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ 2ാമത് ഇൻസൈറ്റ് ഫോറത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന നയങ്ങൾ രൂപീകരിക്കാൻ ISB പോലുള്ള സ്ഥാപനങ്ങളുടെ ഗവേഷണങ്ങൾ തദ്ദേശീയ തലം മുതൽ കേന്ദ്രതലം വരെയുള്ള സർക്കാരുകളെ സഹായിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. The way India is emerging as a big economic superpower is going to be the growth engine for global growth. At this juncture, institutions like ISB is doing deep research on these challenging areas. It will help to create public policy, to help government at different level, from local level to union level. This kind of research will create new pathway for quality living, which Pradhan Mantri Narendra Modi envisioned ease of living. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക്. മുന്നണികളുടെ താരപ്രചാരകരുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നത്. ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഈ മാസം 23-നാണ്. ഝാർഖണ്ഡിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സജീവ പ്രചാരണത്തിലാണ് NDA INDIA സഖ്യ നേതാക്കൾ. ഈ മാസം 20-നാണ് 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന BJP നേതാക്കളായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഹിമന്ത ബിശ്വ ശർമ്മ, ചമ്പൈ സോറൻ എന്നിവർ വിവിധ ഇടങ്ങളിലെ റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഝാർഖണ്ഡിൽ പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിച്ചു. RJD, AJSU, മറ്റിടതു പാർട്ടികൾ എന്നിവയുടെ പ്രചാരണ പരിപാടികളും സജീവമാണ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ, നിതിൻ ഗഡ്കരി, JP നഡ്ഡ തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നു. NCP SP അധ്യക്ഷൻ ശരത് പവാർ, സുപ്രിയ സുലെ, ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും പ്രചാരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 20-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന്റെ ഭാഗമായി ഇടുക്കിയിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർകോട്, ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. സമൂഹത്തിൽ ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹ്യ പുരോഗതിക്കും ശാസ്ത്രമേളകൾ സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. 4 ദിവസം നീളുന്ന മേളയിൽ 180 ഇനങ്ങളിലായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആദിവാസി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിൽ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്കായി സീറോ എറർ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ അടിക്കടിയുണ്ടാകുന്ന ദുരന്തങ്ങളുടെ രൂപത്തിൽ കൂടുതൽ പ്രകടമാകുന്നതായി COP29 ഉച്ചകോടിയിൽ ഇന്ത്യ. ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിക്ക് വിജയം.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രചാരണം പുരോഗമിക്കുന്നു. 78ാമത് സന്തോഷ് ട്രോഫിക്കായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 മത്സരം രാത്രി 8:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.